അമേരിക്കയുടെ ഒരു F-35 കൂടെ കാണാതായി എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. ഇന്നിപ്പോൾ ഡേറ്റ് പറഞ്ഞാൽ 10-ാം തീയതി, അത് മെയ് 10 വൈകിട്ട് 4 മണിക്കാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ സമയത്താണ് റഡാറിൽ നിന്നും അമേരിക്കയുടെ ഒരു F-35 ഹോർമോസ് കടലിടുക്കിൻ്റെ മുകളിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് മിസ്സായതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതായത് ഒരു അടിയന്തര സിഗ്നൽ F-35 എന്ന് വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് S7700 എന്ന് പറഞ്ഞിട്ടുള്ള എമർജൻസി ലാൻഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും, അതായത് ഒന്നുകിൽ തകരാൻ പോവുകയാണ് അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഇഷ്യൂസ് വിമാനത്തിലുണ്ട്, എന്തായാലും മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള സിഗ്നൽസ് കൊടുക്കാറുള്ളത്. അപ്പം ഈ 7700 എന്ന് പറഞ്ഞ സിഗ്നല് സാങ്കേതിക തകരാറുകളാണോ എന്താണെന്നറിയില്ല. ഏതായാലും വിമാനം മിസ്സിംഗ് ആണ്. എത്രയും പെട്ടെന്ന് UAE-യിലുള്ള ബേസിലോട്ട് സുരക്ഷിതമായിട്ട് താവളത്തിലേക്ക് തിരിച്ചു വിടാനാണ് ഇവർ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. അതായത് റഡാർ സിസ്റ്റത്തിൽ നിന്ന് നിർദ്ദേശം കിട്ടിയിട്ടുള്ളത്. തിരിച്ച് UAE-യിൽ എത്തിയിട്ടുണ്ടോ, അതിൻ്റെ ഇടയ്ക്ക് തകർന്നു വീണിട്ടുണ്ടോ എന്ന് ഇതുവരെ ആർക്കും പുറത്തോട്ട് അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസുകൾ വന്നിട്ടില്ല. അതായത് സിഗ്നൽ നൽകിയതിന് പിന്നാലെ വിമാനം അതിൻ്റെ പാതയിൽ നിന്ന് മാറ്റി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ സുരക്ഷിതമായിട്ടുള്ളൊരു താവളത്തിലേക്ക് തിരിച്ചു വിടണം എന്നായിരുന്നു നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല ഇതുവരെ. എൻജിൻ തകരാറ് അല്ലെങ്കിൽ ഇന്ധന ചോർച്ച, ഇനി അതൊന്നും അല്ലെങ്കിൽ ഇറാൻ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ജാമിംഗ് സിസ്റ്റം അവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നും ഇതുവരെ മറ്റൊരു സിഗ്നലും അതിൽ നിന്ന് വരാത്തത് കൊണ്ട് കൺഫർമേഷൻ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അമേരിക്കയുടെ മറ്റ് 2 വിമാനങ്ങൾ കടലിൽ കാണാതായി അവശിഷ്ടങ്ങൾ തിരിച്ചു കിട്ടി നമ്മൾ കണ്ടു. അത് ഇറാൻ്റെ ചില ജാമിംഗ് സിസ്റ്റമാണ്, റഡാർ ജാമിംഗ് സിസ്റ്റം വെച്ചിട്ടാണ് അത് ചെയ്തത് എന്നാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഇപ്പം ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 10-ാം തീയതി വന്നിട്ടുള്ള ഒരു F-35 അവസ്ഥയാണ് കാണിക്കുന്നത്. ഇതിന് മുമ്പ് 2 F-35 വീഴ്ത്തിയതായിട്ടാണ് ഇറാൻ അവകാശപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അമേരിക്ക പറയുന്നത് ഒരു F-35 വീണിട്ടുള്ളൂ എന്നാണ്. ഏതാണെങ്കിലും ഓരോ F-35 വീഴുന്ന സമയത്ത് കോടി ആയിരങ്ങളാണ് പോകുന്നത്. അതായത് ഏകദേശം 1000 കോടിയുടെ മേലെ വരുന്ന ഒരു വിമാനമാണ് ഈ F-35 എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് മറ്റു പല വാർത്തകളും കണ്ടുതന്നെ എടുക്കുക. ഈ യുദ്ധത്തിൻ്റെ വലിയ വലിയ അപ്ഡേറ്റുകളൊന്നും വരാത്തത് കൊണ്ടാണ് ഞാൻ അത്ര കാര്യമായിട്ടുള്ള വീഡിയോസും ചെയ്യാത്തത്. പക്ഷേ ഇന്ന് വേറെ കുറച്ച് അപ്ഡേറ്റുകൾ പറയാനുണ്ട് ഈ ഒരു കാര്യത്തിൽ. നമുക്കതിനെപ്പറ്റി ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പം തുടക്കത്തിൽ ഇഷ്ടപ്പെടുന്നവർ മാക്സിമം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാം. ശരിക്കും ഈ ഹോർമോസ് ഇപ്പോൾ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു കടലിടുക്കായിട്ട് മാറിയിട്ടുണ്ടല്ലോ ഇത്രയും ദിവസങ്ങളിടക്കില്ലേ. എല്ലാ രീതിയിലും മൊത്തം രാജ്യത്തിലെ ലോകങ്ങളെ തന്നെ എഫക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ നിലവിലെ ഈ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് അതിലൂടെ പല വിമാനങ്ങൾ പറത്തുവിടുന്നുണ്ട്, അതല്ലെങ്കിൽ അമേരിക്കൻ കപ്പലുകൾ പറത്തുവിടുന്നുണ്ട്. എല്ലാത്തിനും പണി കിട്ടുന്നുണ്ട്. ഇറാൻ വേണ്ട രീതിയിൽ പണി കൊടുക്കുന്നുണ്ട്. തിരിച്ച് മറ്റ് പല രാജ്യങ്ങൾക്കും ഈ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ഈ GPS ജാമിംഗ് സിസ്റ്റം ഈ മേഖലയിലെ വിമാനങ്ങളുടെ നാവിഗേഷൻ സംവിധാനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള GPS നാവിഗേഷൻ സിസ്റ്റം സ്പോഫിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഇറാൻ ഇപ്പോൾ അവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ല രീതിയിൽ വിമാനങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട്. അപ്പം ഈ 7700 എന്ന് പറഞ്ഞ കോഡ് നൽകുന്നതിലൂടെ എയർ ട്രാഫിക് കൺട്രോൾ ATC നിന്നും മുൻഗണന ലഭിക്കാനും എത്രയും വേഗം വിമാനം ലാൻഡ് ചെയ്യാനുമാണ് പൈലറ്റിന് സാധിക്കുക. ആ രീതിയിലാണ് പൈലറ്റ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വിമാനം വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ USSൻ്റെ സെൻട്രൽ കമാൻഡോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും UAE-യുടെ ഏവിയേഷൻ മിനിസ്ട്രി സൈഡിൽ നിന്നോ ഒന്നും ഇതുവരെ ഒരു കൺഫർമേഷനും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യത്തിലുള്ള റിപ്പോർട്ട്. ഇനി മറ്റൊരു വാർത്തയും കൂടെ ഇതേ സമയത്ത് തന്നെ വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഒരു വീഡിയോ നിങ്ങൾ കാണാം. ഈ വീഡിയോയിൽ പറയുന്നത് ഇറാനിയൻ, അതായത് നിങ്ങൾ ആ വീഡിയോയിൽ ചെറുതായിട്ട് കാണുന്നതാണ് ഇറാൻ്റെ സബ്മറൈൻസ് ആണ്. അതായത് ഇറാൻ്റെ സബ്മറൈൻസിൽ മൊത്തം അവർ എല്ലാവിധ സംവിധാനങ്ങളും ഘടിപ്പിച്ചുകൊണ്ട്, അതായത് ചെറിയ ചെറിയ സബ്മറൈൻസ് ഒരുപാടുണ്ട് ഇറാന്. അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് തീർത്തു എന്ന് പറഞ്ഞ സബ്മറൈൻസ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് പുറത്തൗട്ടായിട്ടുള്ളൊരു ചിത്രമാണ്. അവർ ലൈറ്റ് സബ്മറൈൻസ് ഓപ്പറേറ്റഡ് ടു ദ വാട്ടർ ഓഫ് ദ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഇൻ ലൈൻ വിത്ത് ത്രെറ്റ് ആൻഡ് നീഡ്സ്. അതായത് ചെറിയ ഇറാനിയൻ ആർമി പുറത്തോട്ട് വിട്ടതാണ്. ഇതിലെല്ലാം വേണ്ട രീതിയിലുള്ള മിസൈലുകളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇനി അതിലൂടെ പോകുന്ന കപ്പലുകളെ അല്ലെങ്കിൽ അമേരിക്കയുടെ മറ്റ് രീതിയിലുള്ള നീക്കങ്ങളെ തകർക്കാനും അല്ലെങ്കിൽ അതിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കപ്പലുകളെ നിരത്തി ഇറക്കി വിട്ടിട്ടുള്ളത് എന്നാണ് ഇറാനിയൻ ആർമിയുടെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മറ്റൊരു വീഡിയോ. അതോടൊപ്പം തന്നെ ഇറാൻ്റെ IRGCയുടെ പല വക്താക്കളും ഇപ്പോൾ ഇന്ന് കുറച്ച് മുമ്പ് വന്നിട്ട് ഒരുപാട് പ്രസ്താവനകൾ പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യലി ഇറാൻ്റെ എണ്ണക്കപ്പലുകൾക്ക് നേരെ അമേരിക്കയുടെ ഏത് രീതിയിലുള്ള ആക്രമണം വന്നു കഴിഞ്ഞാലും മിഡിൽ ഈസ്റ്റിലെ അതായത് ബാക്കി വന്നിട്ടുള്ള എല്ലാ ബേസുകളിലും കംപ്ലീറ്റ് തകർത്ത് കളയും. US സേനാ താവളങ്ങൾ ഒന്നുമില്ലാത്ത രീതിയിൽ ഇനി ഞങ്ങൾ തകർക്കും. ആ രീതിയിൽ ഞങ്ങളുടെ മിസൈലുകളെല്ലാം ലോഞ്ചിങ് പാഡിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ GPS ഇത് കൊടുത്തിട്ട്, അതായത് അങ്ങോട്ട് പോകേണ്ട സ്ഥലം എങ്ങോട്ടാണ് കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഇറാൻ്റെ IRGCയുടെ 2-3 വക്താക്കൾ പറഞ്ഞിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ പറയാനുള്ളത്, ഇന്നലെ നിങ്ങൾ കണ്ടു കാണും, ആരെങ്കിലുമൊക്കെ വാർത്ത ചെയ്ത് കാണും, റഷ്യ ഇറാന് സപ്പോർട്ട് ചെയ്യുന്ന രീതി. അതായത് റഷ്യ ഇറാനിന് കൊടുക്കുന്ന മിസൈലുകൾ ഹോർമോസ് കടലിടുക്ക് ത്രൂ അല്ലാണ്ട് റഷ്യ യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള ഡ്രോണുകൾ കാസ്പിയൻ കടൽ വഴി രഹസ്യമായിട്ട് റഷ്യ അങ്ങോട്ട് എത്തിച്ചിട്ട് യുദ്ധത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഡ്രോണുകൾ എത്തിച്ചു എന്നുള്ളൊരു വാർത്ത നില വന്നിട്ടുണ്ട്.
കണ്ടോ അറിയില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്ന രീതി. അതായത് കാസ്പിയൻ കടലിടുക്കിലൂടെയാണ് പിന്നെ ഹോർമോസ് അല്ലെങ്കിൽ കാസ്പിയൻ കടലിലൂടെയാണ് ഇറാൻ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ത്രൂ ആണ് റഷ്യയുടെ ഏറ്റവും കൂടുതൽ ഡ്രോണുകൾ ഇറാന് എത്തിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. കാരണം ഇറാൻ്റെ ശേഖരത്തിൽ ഏകദേശം 60% ആയിരുന്നു യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റഷ്യയുടെ സൈഡിൽ നിന്ന് ഇത്തരത്തിലുള്ള സപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇനി മറ്റൊരു വാർത്ത, ഒരു അപ്ഡേറ്റ് പറയാനുള്ളത് ഇൻ്റർനെറ്റ് കേബിള് ഇനി മറ്റൊരു അപ്ഡേറ്റ് പറയാനുള്ളത് ഹോർമോസ് കടലിന് അടിയിൽ കൂടെ ഒരുപാട് ഇൻ്റർനെറ്റ്, അതായത് ഡാറ്റ പാസ് ചെയ്യുന്ന കേബിളുകൾ ഒരുപാട് കടന്നു പോകുന്നുണ്ട്. ഇൻ്റർനെറ്റ് കേബിളുകൾ കടന്നു പോകുന്നുണ്ട്. കൂടുതലും അമേരിക്കൻ കമ്പനികളുടെ ഒക്കെ തന്നെ മെറ്റേഡി, അതുപോലെ തന്നെ മറ്റ് ഡാറ്റ കേബിൾ, ആമസോണിൻ്റെ ഒക്കെ ഡാറ്റ കേബിളുകളാണ് കടന്നു പോകുന്നത്. ഇതുവരെ ഇറാൻ അതിൽ തൊടാൻ പോയിട്ടില്ല. അപ്പോൾ ഇറാൻ്റെ അടുത്ത് നിന്നുള്ള മറ്റൊരു ഭീഷണി, ഇനി ഇതിങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ഞങ്ങൾ അതിലൂടെ നിയന്ത്രണം ഞങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണ്. അത് വേണോ വേണ്ടേ എന്നുള്ള തീരുമാനങ്ങൾ ഞങ്ങൾ എത്തിക്കും. അതായത് ഏകദേശം മിഡിൽ ഈസ്റ്റിലോട്ട് കംപ്ലീറ്റ്ലി പോകുന്ന ഡാറ്റ സോഴ്സാണ്, പോകുന്ന ഡാറ്റകളാണ് ഈ പറഞ്ഞ ഇതിലൂടെ കടന്നു പോകുന്നത്. കടലിടുക്കിലെ ഇൻ്റർനെറ്റ് കേബിളുകളുടെ നിയന്ത്രണം കംപ്ലീറ്റ്ലി ഇറാൻ ഏറ്റെടുക്കും എന്നാണ് പറഞ്ഞത്. ആവശ്യമെങ്കിൽ ഈ കേബിളുകൾ മുറിച്ച് കളയാനും ഞങ്ങൾക്ക് അതിനുള്ള ഇതുണ്ട്. ഞങ്ങളുടെ സബ്മറൈൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഈ കേബിളുകളൊക്കെ മുറിച്ച് കളയും. അതുവഴി ഗൾഫ് മേഖലയിലെയും അതുപോലെ ഗൾഫിൻ്റെ യൂറോപ്പിൻ്റെ ആശയവിനിമയം ഈ ത്രൂ കേബിളുകളിലൂടെ പോകുന്നത്. ഇത് കംപ്ലീറ്റ്ലി തടസ്സപ്പെടുത്താൻ ഞങ്ങൾക്ക് പറ്റും. അതുകൊണ്ട് അധികം നിങ്ങൾ ഇനിയും ഈ പറഞ്ഞ പോലെ ആവശ്യമില്ലാണ്ട് ഞങ്ങളെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആ കേബിളുകൾ മുറിച്ച് കളയും എന്നുള്ളൊരു മുന്നറിയിപ്പും കൂടെ IRGC ഇപ്പം പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. അമേരിക്കയുമായിട്ട് യാതൊരു ചർച്ചയും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സൂപ്പർ റവല്യൂഷണറികൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗം ഇറാനിൽ ശക്തമാകുന്നുണ്ടെന്ന്, ഇവർ യുദ്ധം തുടരാൻ ആഗ്രഹിക്കുന്നുവെന്നും ഇപ്പം പുറത്തോട്ട് വരുന്നുണ്ട്. അതായത് ഒരു സൂപ്പർ റവല്യൂഷണറികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇറാനിൽ സ്വയം ഇത്രയും ദിവസം അവരെ കഷ്ടപ്പെടുത്തുന്ന ഇസ്രായേലിന് അമേരിക്കയ്ക്കെതിരെ വേറൊരു ഗ്രൂപ്പ് അവിടെ ഉണ്ടായി വരുന്നുണ്ട്. അതായത് അമേരിക്കയുമായിട്ട് ഒരു തരത്തിലുള്ള സന്ധി സംഭാഷണം വേണ്ട, യുദ്ധം ചെയ്യണം, ഞങ്ങളുണ്ട്, യുദ്ധം ചെയ്യാൻ, ഞങ്ങൾ യുദ്ധത്തിന് വീണ്ടും നിങ്ങളുടെ കൂടെ അങ്ങ് എല്ലാം കൊണ്ടും കൂടും എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു പുതിയ ഗ്രൂപ്പും കൂടെ ഇറാനിന് സൂപ്പർ റവല്യൂഷണറികൾ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഗ്രൂപ്പ് പുറത്തോട്ട് വരുന്നുണ്ട്. ഏതായാലും ഇറാനിൽ കൂടുതൽ ആളുകൾ യുദ്ധത്തിന് സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇറാനെ സപ്പോർട്ട് ചെയ്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും മൊത്തം ലോക ഭൂപടത്തിൽ തന്നെ ഈ രണ്ട് രാജ്യങ്ങളെ വെറുക്കുന്ന ആളുകളും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇനി വാൾ സ്ട്രീറ്റ് ജേണലിൻ്റെ മറ്റൊരു റിപ്പോർട്ട് പറയാം. അവർ ഇപ്പോൾ ഇന്നലെ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ഒരു ഇസ്രായേൽ സീക്രട്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഇസ്രായേലിൻ്റെ ഒരു സീക്രട്ട് ബേസ്, മിലിറ്ററി ബേസ് ഇറാഖിൻ്റെ വെസ്റ്റേൺ ഡെസേർട്ടിൽ ഉള്ളതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പറയാം. അതിന് ചില ഇൻ്റർനെറ്റ് ഫോട്ടോസൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട്. ഇറാൻ്റെ സൈനിക നീക്കങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ഇറാഖിൻ്റെ മരുഭൂമിയിൽ ഒരു രഹസ്യ സൈനിക താവളം ഉണ്ടാക്കിയത്. ഇത് അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണെന്നാണ് പറയുന്നത്. വാൾ സ്ട്രീറ്റ് ജേണലാണ് ഇത് പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. ഇറാനെതിരെയുള്ള വ്യോമാക്രമണങ്ങളുടെ ഇസ്രായേൽ വിമാനങ്ങൾക്ക് സാങ്കേതിക തകരാറുകളും ശത്രുക്കളുടെ ആക്രമണങ്ങളോ നേരിടേണ്ടി വന്നാൽ പൈലറ്റുമാർക്ക് വിമാനങ്ങൾ എത്രയും വേഗത്തിൽ ഇടിച്ചിറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു താവളമായിട്ടാണ് ഇതിനുണ്ടാക്കിയിട്ടുള്ളതെന്ന് പറയുന്നത്. അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പ്രകാരം US പൂർണ്ണമായി സമ്മതത്തോടുമാണ് പിന്തുണയോടും കൂടിയാണ് ഈ ഒരു താൽക്കാലിക താവളം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇറാഖിലാണ്, അതുകൊണ്ട് തന്നെ ഇറാൻ അങ്ങോട്ട് കയറി പെട്ടെന്ന് അടിക്കാൻ വരെ പറ്റില്ല. പക്ഷേ അതായത് അവിടെ അപ്രൂവൽ ഇല്ലാത്ത രാജ്യമായിട്ടുള്ള ഇസ്രായേലിൻ്റെ ഒരു താവളമാണ് അവിടുത്തെ ഒരു ഡെസേർട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. യുദ്ധമേഖലയ്ക്ക് തൊട്ടടുത്ത് ഇത്തരം ഒരു സൗകര്യമുള്ളത് ഇസ്രായേലി വ്യോമസേനയ്ക്ക് വലിയ സുരക്ഷിതത്വവും ആത്മവിശ്വാസവും നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇറാഖിൻ്റെ നിലപാട്, ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഈ നീക്കത്തെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. ഏത് നേരം വേണമെങ്കിലും ആ ഒരു സ്ഥലം ഇല്ലാണ്ടാക്കാൻ ഇറാഖിൻ്റെ പരമാധികാരത്തിന് മേലെയുള്ള ഒരു കടന്നുകയറ്റമാണ് എന്നാണ് ഇതിനിപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലം ഞങ്ങൾ വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടുത്തെ റെസിസ്റ്റൻറ്റ് ഗ്രൂപ്പ് ഉണ്ടല്ലേ, ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു താവളം ഇല്ലാണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ചില അപ്ഡേറ്റുകൾ, യുദ്ധത്തിൻ്റെ അപ്ഡേറ്റുകളായിട്ട് പറയാനുള്ളത്. അപ്പോൾ വേറെ എന്തെങ്കിലും കാര്യപ്പെട്ടത് വരികയാണെങ്കിൽ നമ്മളടുത്ത ലൈവോ അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ നമുക്ക് ചെയ്യാം. മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് തരിക.